കഴിഞ്ഞ ദിവസം സ്ഥാനത്യാഗം ചെയ്ത ജോർജ് ആലഞ്ചേരി പിതാവിനുള്ള ഒരു സോഷ്യൽ മീഡിയ കുറിപ്പ് കണ്ടു. അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. തലമുറകൾ അങ്ങയെ വിശുദ്ധനെന്ന് കീർത്തിക്കും, ചരിത്രം അങ്ങയുടെ മഹത്വം വർണ്ണിക്കും. അങ്ങ് സ്ഥാനത്യാഗം ചെയ്തിട്ടും എറണാകുളത്തെ പ്രശ്നങ്ങൾ തീരുന്നില്ലല്ലോ. അങ്ങായിരുന്നില്ല പ്രശ്നം. വിമത വൈദിക കലാപകാരികൾ തങ്ങളുടെ സഭാവിരുദ്ധത സഭയുടെ ആൾരൂപമായിരുന്ന അങ്ങയുടെ നേർക്ക് തിരിച്ചു എന്ന് മാത്രം. മാർപ്പാപ്പയുടെ ആവർത്തിച്ചുള്ള കൽപ്പനകൾക്ക് പുല്ല് വില കൽപ്പിക്കുന്ന എറണാകുളം വിമത വൈദികർ തിന്മയ്ക്ക് സേവ ചെയ്യുന്ന പിശാചിന്റെ അടിമകളാണ്. അവരിൽ ദൈവസ്നേഹം തെല്ലും കുടികൊള്ളുന്നില്ല. പിതാവിന്റെ സ്ഥാനത്യാഗത്തിൽ വിമത പ്രവർത്തനങ്ങൾക്ക് പങ്കുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ പിതാവിനെ ആ വിധത്തിലേക്ക് എത്തിച്ചത് കൂടെയുള്ളവരായിരുന്നു എന്നത് തിരിച്ചറിയാതെ പോകരുത്. ഒരുപക്ഷെ ദൈവസന്നിധിയിൽ വിമതരേക്കാൾ അധികം കാരണക്കാരായത് അവരായിരിക്കണം. സപ്പോർട്ട് ചെയ്ത് ചേർന്ന് നിന്ന് സംരക്ഷിക്കേണ്ടവർ കൈവിട്ട് സംഭ്രമത്തിലാക്കി, ഒറ്റയ്ക്കാക്കി, അച്ചടക്ക നടപടികൾക്ക് അലംഭാവം കാണിച്ചിട്ട് ഒടുവിൽ പ്രശ്നത്തിന്റെ എല്ലാ ഭാരങ്ങളും കാരണക്കാരൻ താനാണെന്നുള്ള കുറ്റബോധവും ഉത്തരവാദിത്വവും പിതാവിന്റെ തലയിൽ അടിച്ചേൽപ്പിച്ചത് ആരായിരുന്നു? ഇന്ന് മറഞ്ഞിരിക്കുന്നത് നാളെ ലോകം അറിയും.